കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത് സങ്കീർത്തനങ്ങളെ ആസ്പദമാക്കിയുള്ളതായ പാഠങ്ങളാണ്. ഇന്ന് നാം പഠിക്കുന്നത് 5-ാമത്തെ പാഠമാണ്. അപരിചിതമായ ദേശത്ത് കർത്താവിൻ്റെ ഗാനം പാടുന്നു. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 ദൈവദാസന്മാർ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോയ് സാർ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. സാറിനെ ഈ പഠനത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപരിചിതമായ ഒരു ദേശത്ത് കർത്താവിൻ്റെ ഗാനം ആലപിക്കുന്നു, അല്ലെങ്കിൽ പാട്ട് പാടുന്നു എന്നുള്ളതായ ഒരു പാഠമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ദൈവമക്കൾ അന്യദേശത്ത് ആയിരിക്കുകയും എന്നാൽ അവിടെ വെച്ച് കർത്താവിൻ്റെ പാട്ട് പാടുകയും ചെയ്തു. പിന്നത്തേതിൽ അവരുടെ പ്രയാണവേളയിൽ അന്യദേശത്ത് സഹിച്ചതായ കഷ്ടത്തെക്കുറിച്ച് അവർ പാടി. പ്രത്യാശ നിർഭരമായ കനാൻ ദേശത്ത് പോയപ്പോഴും അത് അവരുടെ ദേശമല്ല എന്ന് മനസ്സിലാക്കി അവർ അവിടെയും പാടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളതായ പാഠത്തിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഈ ഭൂമിയിലെ ജീവിത പന്താവിൽ എങ്ങനെ സന്തോഷമായിരിക്കുവാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇന്ന് മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് 137-ാം സങ്കീർത്തനം, അതിൻ്റെ 4-ാം വാക്യമാണ്. അത് ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളുടെ ജീവിത അനുഭവത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത്. ബിനോയ് സാർ, നമ്മളെല്ലാവരും അന്യദേശത്താണ് വസിക്കുന്നത്. നാം ആത്മീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നാം വസിക്കുന്നതായ ഈ ഇന്ത്യയോ അഥവാ ഭാരതമോ ഒന്നും നമ്മുടെ ദേശമല്ല. നമ്മുടെ ദേശം സ്വർഗീയ ദേശമാണ്. ഈ അപരിചിതമായ ഒരു ദേശത്ത് നമുക്ക് എങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കോണം സാധിക്കും? ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ അപരിചിതമായ ലോകം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം നാട് വിട്ടുപോയി ആ കഷ്ടതകൾ അനുഭവിച്ചു. അവിടെ നിന്നുള്ള പ്രത്യാശ, ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അന്യനാട്ടിൽ അവരനുഭവിച്ച കഷ്ടതകളുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്നത്തെ ഒരു ചുറ്റുവട്ടത്തേക്ക് വരുമ്പോൾ ഇത് പറയുന്നത് പാപം നിറഞ്ഞ ഒരു ലോകം. ഈ പാപം നിറഞ്ഞ ലോകത്ത് നമുക്കെങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും? പാപം നിറഞ്ഞ ലോകത്തിൻ്റെ പ്രത്യേകത, ഇവിടെ കഷ്ടതയുണ്ട്, മരണമുണ്ട്, പാപത്തിൻ്റെ അനന്തര ഫലങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കണം. രോഗവും ദുഃഖവും മരണവും പ്രയാസവും എല്ലാം. അപ്പം ഇത്തരം ഒരു ലോകത്ത് നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയുമോ? മരണമുള്ള ഒരു ലോകത്ത്, അല്ലെങ്കിൽ മാറാവ്യാധികളുള്ള ലോകത്ത്, ഭീകരവാദങ്ങളുള്ള ലോകത്ത്, യുദ്ധമുള്ള ലോകത്ത്, കടങ്ങളുള്ള ലോകത്ത്, ഇങ്ങനെയുള്ളൊരു ലോകത്ത് നമുക്കെങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ കഴിയും? ഇങ്ങനെയുള്ളൊരു ലോകത്ത് നമുക്ക് സന്തോഷം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ എന്താണോ ചെയ്തിരുന്നത്, അവർ ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചു, ദൈവത്തെ സൃഷ്ടിതാവായി അംഗീകരിച്ചു, ദൈവത്തിൻ്റെ നിയമത്തെ അവർ അംഗീകരിച്ചു, ദൈവത്തിൻ്റെ സ്നേഹത്തെയും പ്രത്യാശയെയും പ്രതീക്ഷയെയും ദൈവവചനത്തെയും അവർ വിശ്വസിച്ചത് കൊണ്ടാണ് ആ ഒരു അപരിചിതമായ ലോകത്ത് അവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിച്ചത്. ദൈവം നടത്തും, ദൈവം സംരക്ഷിക്കും, ദൈവ വാഗ്ദത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടും എന്നുള്ള വിശ്വാസമാണ് അവരെ ആ അപകടം നിറഞ്ഞ സ്ഥലത്തും സന്തോഷമായിട്ടിരിക്കാൻ പ്രേരിപ്പിച്ചത്. ഇന്ന് പാപം നിറഞ്ഞ ഈ ലോകത്തിൽ പാപത്തിൻ്റെ എല്ലാ കെടുതികളും നമ്മളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം അവസ്ഥയിലും സന്തോഷമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ നമ്മൾ അംഗീകരിക്കണം, വിശ്വസിക്കണം, അവൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉറച്ചു വിശ്വസിക്കണം. അവൻ നമുക്ക് നൽകുന്ന പ്രത്യാശ നമ്മുടെ പ്രത്യാശയായി മാറണം. അങ്ങനെയാകുമ്പോൾ കർത്താവിൻ്റെ ആ വലിയ സുരക്ഷിതത്വത്തിൽ, സംരക്ഷണത്തിൽ, കരുതലിൽ, അവൻ്റെ പ്രൊവൈഡർ ഗോഡ് എന്ന നിലയിൽ, എല്ലാം നൽകുന്നവൻ എന്ന നിലയിൽ, എല്ലാം എന്നവൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ അവൻ നിലനിർത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ ലോകത്ത് നമുക്ക് സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരേ ഒരു കാരണം. ദൈവമക്കൾക്ക് പ്രത്യാശിക്കാനുള്ളതായ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം അവരുടെ സങ്കേതമാകുന്നു എന്നുള്ളതാണ്. ഈ പ്രശ്ന സങ്കീർണമായ ലോകത്തിലും
നമ്മുടെ പാപങ്ങൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതായ ഒരു തിരിച്ചറിവ് ഒരു പക്ഷേ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കഷ്ടങ്ങളെ സഹിക്കാനും പൊറുക്കാനുമുള്ളതായ ഒരു വിശാലത നമുക്ക് വരുത്തും. അതോടൊപ്പം തന്നെ ദൈവത്തിൽ നമ്മുടെ ആശ്രയം അത് എങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ശക്തിയും ബലവും നൽകും? 137 സങ്കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ബാബേൽ നദിക്കരയിലിരുന്ന് സിയേനെ ഓർത്ത് കരഞ്ഞു എന്നാണ്. അവരിപ്പോൾ അടിമ ജീവിതത്തിലായിരിക്കുകയാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സിയോനുണ്ട്, വാഗ്ദത്ത ഭൂമി. അതിനെ ഓർത്ത് അവർ ദുഃഖിക്കുകയാണ്. കാരണം അവരിപ്പോൾ അടിമ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അവർ അടിമത്വത്തിലേക്ക് പോയി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെ മറന്ന് അവർ ദൈവകൽപ്പനകളെ നിരസിച്ചതുകൊണ്ട് ദൈവം അവരെ അടിമകളാക്കി അന്യദേശത്ത്. അപ്പോൾ ഈ അന്യദേശത്ത് ഇരുന്നു കൊണ്ട് കരയുകയാണ്. ഇവിടെ പറയുന്നത് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അതൊക്കെ യഥാർത്ഥത്തിൽ പ്രസ്താവന നോക്കുമ്പോൾ ഈ പറഞ്ഞ ചോദ്യം തന്നെ ശരിയായ ഒരു രീതിയാണ്. കാരണം ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നമ്മുടെ പാപങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നാം ഉൾക്കൊള്ളണം, നാം തിരിച്ചറിയണം. നാം പാപങ്ങളെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ തെറ്റായ പ്രവൃത്തിയാണ് ഇതിന് കാരണമെന്ന് നാം തിരിച്ചറിയുമ്പോൾ ആ തിന്മകൾക്ക് നിന്ന് നമുക്ക് മാറപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കും. പ്രധാനമായിട്ട് അറിയേണ്ടത്, നമ്മുടെ തെറ്റായ പ്രവൃത്തികൾ നമ്മുടെ സഭയിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നാം ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ സാക്ഷ്യത്തെയും നാം ആഗ്രഹിക്കുന്ന പ്രത്യാശയും അത് വളരെയധികം ദോഷപ്പെടുത്തും. അതുകൊണ്ട് ഒരു ദൈവമക്കളുടെ ഒരു വളരെ നന്മ എന്നുള്ള രീതി എന്ന് പറയുന്നത് അവനവൻ്റെ പാപത്തെ തിരിച്ചറിയുകയും അതിൽ നിന്ന് കുറ്റബോധമുള്ളവനായി മനം തിരികുകയും ചെയ്യണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയാണ് സർ. അതുപോലെ എല്ലാവരും ഈ ലോകത്തിൽ മരിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്, അവർ മരിച്ചാലും ജീവിക്കും എന്നുള്ളത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ദൈവമക്കളും മരണത്തിന് വശമതരായി പോകുന്നത്, കീഴ്പ്പെട്ടു പോകുന്നത്? യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് മരണമുണ്ടായിരിക്കുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നാണ്. ഈ ലോകത്ത് നിന്ന് നമുക്ക് കഷ്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുകയില്ല. ഇപ്പം നമുക്ക് വേദപുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളുടെ ചരിത്രം നമ്മളെപ്പോൾ നോക്കിയാലും നമ്മളൊക്കെ സാധാരണ പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രശ്നം മാറിക്കിട്ടണേ, എൻ്റെ പ്രശ്നം മാറിക്കിട്ടണേ എന്നാണ് പ്രാർത്ഥിക്കുക. സർ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. നമുക്ക് ഇതിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് പറഞ്ഞ് മുഴിപ്പിക്കുവാൻ തക്കോണം കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ദൈവമക്കൾ മരിക്കുന്നത്? പാപത്തിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ മരണം. അപ്പോൾ മരണം എന്ന് പറയുന്നത് പാപലോകം ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ മരണത്തെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ, അതിനെ നമ്മൾ നേരിട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ പാപത്തിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് നമുക്ക് മാത്രമായിട്ട് ഒരു ഒഴിവില്ല. ഈ ഭൂമിയിൽ പാപത്തിലുള്ള എല്ലാവർക്കും ഈ മരണത്തെ നേരിടേണ്ടി തന്നെ വരും. എന്നാൽ നമുക്കുള്ള പ്രത്യാശ കർത്താവായ യേശുക്രിസ്തുവിലുള്ള പ്രതീക്ഷയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസം. അതാണ് സങ്കീർത്തനക്കാരൻ്റെ പ്രത്യാശ. മരണത്തിനപ്പുറം നമുക്ക് നൽകുന്ന ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും. സർ, എല്ലാവരും മരിക്കും എന്നുള്ളത് സർവ്വസാധാരണമായി എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നാം മരണത്തെ ഭയപ്പെടുകയും ആ മരണത്തെ ഒഴിവാക്കാൻ വേണ്ടിയുള്ളതായ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ മരണത്തിൻ്റെ താഴ്വരയിലൂടെ സഞ്ചരിച്ചു എന്നൊക്കെ ഉള്ളതായ അർത്ഥത്തിൽ നമുക്ക് 23-ാം സങ്കീർത്തനത്തിലും ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. എന്താണ് ഈ മരണത്തിൻ്റെ താഴ്വരയിലൂടെയുള്ളതായ അനുഭവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത്? ദാവീദിൻ്റെ 23-ാം സങ്കീർത്തനം അദ്ദേഹത്തിൻ്റെതായ ജീവിത പശ്ചാത്തലം കാണിക്കുകയാണ്. അദ്ദേഹം കടന്നുപോയതായ തീവ്രത സൂചിപ്പിക്കുന്നത്. ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോയാലും നീ എന്നെ വിടുവിക്കും, നിൻ്റെ കരം അവിടെ എന്നെ വഴി നടത്തും. അപ്പോൾ മരണത്തെ മുഖാമുഖമായി കാണുന്നതായ ഒരു അനുഭവമാണ് ഈ കൂരിരുൾ താഴ്വര എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സങ്കീർത്തനം 41 പറയുന്നത്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ ദൈവം അവനെ വിടുവിക്കും അല്ലെങ്കിൽ കാത്തുകൊള്ളും. യഹോവ അവനെ ജീവനോടെ പാലിക്കും, യഹോവ അവനെ രോഗശയ്യയിൽ കാക്കും, ദീനത്തിൽ അവൻ്റെ കിടക്കയെല്ലാം ദൈവം മാറ്റിവരിക്കുന്നു. അപ്പോൾ ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ കഷ്ടത അല്ലെങ്കിൽ നീതിമാൻ്റെ ജീവിതത്തിൽ കഷ്ടത, പരീക്ഷകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവത്തോടുള്ളതായ ബന്ധം കാരണം അവനെ ആ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെയും ദൈവം അവനെ മോചിപ്പിക്കുമെന്ന് പറയുന്നു. വീണ്ടും സങ്കീർത്തനം 102 പറയുന്നത്, എൻ്റെ ജീവിതത്തിലെ നാളുകൾ ഒരു പുക പോലെ ഒഴിഞ്ഞു പോവുകയാണ്,
എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തുരുകുന്നു എന്ന് പറയുന്നു. എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിപ്പാൻ തന്നെ ഞാൻ മറന്നു പോകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയണം. കാരണം ആ ജീവിതത്തിലെ ആ തീവ്രത കാരണം പലതും അവൻ ജീവിതത്തിൽ ചെയ്യേണ്ടതായ ദൈനംദിന പ്രവർത്തനങ്ങൾ തന്നെ അവൻ മറക്കുന്നു. അത്രമാത്രം ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിലും മരണ താഴ്വരകൾ അവൻ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് തീർച്ച തന്നെയാണ്. ഫസ്റ്റ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ഇടറിപ്പോകാറുണ്ട്. പലപ്പോഴും നാം മറ്റു പലരെയും പഴി പറഞ്ഞ് അതിന് ഉത്തരവാദിത്വം മറ്റു വ്യക്തികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് വേണ്ടി ആയിരുന്നില്ല, താൻ ചെയ്തതായ കുറ്റങ്ങൾക്ക് വേണ്ടിയുമായിരുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ ഇതുമായി ബന്ധപ്പെടുത്തുവാൻ, അതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കും? കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ചത് ഒരിക്കലും യേശുവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിഹാരമല്ല. അവിടെയാണ് സുവിശേഷത്തിൻ്റെ മനോഹാരിത, സങ്കീർത്തനത്തിൻ്റെ മനോഹാരിത. സുവിശേഷത്തെയാണ് സങ്കീർത്തനം ഇത്ര വിപുലമായി കാവ്യാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ആർക്ക് വേണ്ടിയിട്ടാണ്? ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കൾ, അവർ പാപത്തിന് അധീനരായിപ്പോയി, അവർക്ക് ഈ മരണം വന്നു. അവർ മരിച്ചു പോകാൻ ഒരു അച്ഛനെന്ന നിലയിൽ, ഒരു പിതാവെന്ന നിലയിൽ, ഒരു സൃഷ്ടിതാവെന്ന നിലയിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വേദന എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ ജീവൻ പകരം കൊടുത്തിട്ടായാലും ഞാൻ ഇവരെ രക്ഷിച്ചു കൊള്ളാം എന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. ഇത്രമാത്രം സ്നേഹിതർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഒരു സ്നേഹം വേറെ എങ്ങും നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. ആ ഒരു വലിയ സ്നേഹമാണ് സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. യേശുവിനെ വരച്ചു കാട്ടുകയാണ്. യേശുവിനെ ഇത്ര കാവ്യാത്മകമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഭാഗവും സങ്കീർത്തനത്തിലല്ലാതെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സാർ പറഞ്ഞതുപോലെ കഷ്ടതകളെക്കുറിച്ച് വിവരിക്കുവാൻ തക്കവണ്ണം മനുഷ്യനറിയാം. കാരണം മനുഷ്യൻ കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അവൻ്റെ വേദനകൾ മറ്റൊരു വ്യക്തിയുടെ വേദനയായി ചിത്രീകരിക്കുവാനും വിവരിക്കുവാനും തക്കവണ്ണം സാധിക്കും. എന്നിരുന്നാലും ഒരു നീതിമാനായ ഒരു മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ നാം പലപ്പോഴും അതിനെക്കുറിച്ച് ആശങ്കപ്പെടാറുണ്ട്. അവനേക്കാൾ ദുഷ്ടനായവൻ നന്നായി ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു അല്ലലുമില്ലാതെ ജീവിക്കുന്നു, ഈ നീതിമാൻ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു എന്നുള്ളതൊരു പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്നതായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് സങ്കീർത്തനം എന്താണ് ഉത്തരം പറയുന്നത്? നീതിമാന് കഷ്ടമുണ്ടാകുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു. അതാണ് ഇവിടുത്തെ പ്രസ്താവന. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു നീതിമാനിൽ നിന്ന് അകലുമ്പോഴാണ് എന്ന് അവന് തോന്നുകയാണ്. ദൈവം നമ്മളിൽ നിന്ന് അകലുന്നില്ല, മറിച്ച് നീതിമാൻ അങ്ങനെ തോന്നുകയാണ്, അയ്യോ എൻ്റെ നിലവിളി ദൈവം ശ്രദ്ധിക്കുന്നില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ എൻ്റെ യാചന ദൈവം കേൾക്കുന്നില്ലല്ലോ എന്നുള്ള അവൻ്റെ ഒരു തോന്നലാണ് അവന് ദൈവത്തോടൊരു ദേഷ്യം ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം. ഇവിടെ സങ്കീർത്തനം 102 പറയുന്നത്, ഞാൻ മരുഭൂമിയിൽ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്ത് മൂങ്ങ പോലെ ഞാൻ ആയിരിക്കുന്നു, ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു. വീണ്ടും പറയുന്നത്, തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ഞാൻ ആകുന്നു. അതൊക്കെ അവൻ്റെതായ ഒരു ഏകാന്തതയെ സൂചിപ്പിക്കുകയാണ്. ദൈവം എന്നിൽ നിന്ന് അകന്നു മാറി എന്നവൻ സ്വയം അവൻ അടിസ്ഥാനമായി പറയുകയാണ്. വീണ്ടും സങ്കീർത്തനം 130 പറയുന്നത്, യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. അപ്പോൾ ആ വിശുദ്ധൻ അല്ലെങ്കിൽ നീതിമാൻ അവിടെ ദൈവത്തെ നിലവിളിക്കുന്നത്, ദൈവം എന്നിൽ നിന്ന് അകന്നു പോയല്ലോ, നേരെ മറിച്ച് ദുഷ്ടന്മാർ പന പോലെ വളരുന്നല്ലോ എന്ന ആ കോണ്ടസ്റ്റ് ആലോചിക്കുമ്പോഴാണ് ഈ നീതിമാന് പൊതുവെ ദേഷ്യം ഉണ്ടാകുന്നത്. ബിനോയ് സർ, ഇങ്ങനെയുള്ളതായ ചിന്തകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ദൈവം നമ്മിൽ നിന്ന് വളരെ അകലെയാണ്, എന്നെ വിട്ടു പോയി എന്നുള്ളതായ ഒരു ചിന്ത പലർക്കും വരാറുണ്ട്. അതിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ്റെ ആ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് പറയുവാൻ സാധിക്കും? ദൈവം നമ്മളിൽ നിന്ന് കൈവിട്ടു പോയോ അല്ലെങ്കിൽ ദൈവം നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞോ എന്നുള്ള മനുഷ്യൻ്റെ ആശങ്കയാണ്. യഥാർത്ഥത്തിൽ ഒരിക്കലും ദൈവത്തിനങ്ങനെ മനുഷ്യരെ, ദൈവത്തിൻ്റെ മക്കളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. കഴിഞ്ഞ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ദൈവത്തോട് സമ്പാദിക്കും. ഈ ഒരു കരച്ചിലാണല്ലോ, ഇതൊക്കെ ഒരു പ്രാർത്ഥനയാണ് ദൈവത്തോട്, ദൈവമേ എന്നെ സഹായിക്കണമേ. എപ്പോഴും നിലവിളികൾ സഹായത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയാണ്. ഇവിടെ ഈ പ്രാർത്ഥനകളൊക്കെ മനുഷ്യന് ദൈവമേ സഹായിക്കണമേ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ദൈവത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ
ദൈവത്തിൻ്റെ സാമീപ്യം, ദൈവത്തിൻ്റെ ഇടപഴകൽ, ദൈവത്തിൻ്റെ ആ ഒരു ഇൻ്റർവെൻഷൻ നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ കഴിയും. സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്നെ വിടുവിച്ചിരിക്കുന്നു, മരണപാശങ്ങൾ എന്നെ ചുറ്റിയിരുന്നു, പാതാള വേദനകൾ ഞാൻ ഞെരങ്ങിയിരുന്നു, അവിടെ നിന്ന് നീ എന്നെ പിടിച്ചു കൊണ്ടുവന്നു, നീ എന്നെ കൈപിടിച്ചു നടത്തി എന്ന് പറയുന്ന എത്രയോ മനോഹരമായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ദൈവം നമുക്കൊപ്പമുണ്ട്. ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നാണ്. ആ ദൈവം ഒരിക്കലും നമ്മെ വിട്ടു പോവുകയല്ല. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായി കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സർ, കഷ്ടകാലത്ത് നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തുക വളരെ പ്രയാസമേറിയതായ ഒരു കാര്യമാണ്. പലപ്പോഴും നാം ഇയ്യോബിൻ്റെ പുസ്തകം പരിശോധിക്കുമ്പോഴൊക്കെ വിശ്വാസിയായിരുന്നതായി ഇയ്യോബിനെ പ്രലോഭിപ്പിച്ച് വിശ്വാസത്തിൽ നിന്ന് തള്ളിയിടുവാൻ തക്കവണ്ണം പല തൻ്റെ സുഹൃത്തുക്കളെന്ന് ധരിക്കുന്നവർ ശ്രമിച്ചിരുന്നു. എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിശ്വാസത്തിൽ നിലകൊള്ളുന്നത്? കഷ്ടകാലത്ത് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ഇവിടെ സങ്കീർത്തനം 22 ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? കർത്താവ് ക്രൂശിൽ പറഞ്ഞ ആ മൊഴി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കങ്ങളിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അങ്ങ് അകന്ന് മാറി നിൽക്കുന്നത് എന്ത്? അപ്പോൾ ഇവിടെ ഒരു ചോദ്യമാണ് ദൈവത്തോട് ചോദിക്കുന്നത്. കാരണം എൻ്റെ ജീവിതം കണ്ടിട്ടും അങ്ങ് മനസ്സലിയുന്നില്ലയോ, അല്ലെങ്കിൽ എന്നോട് കരുണ കാണിക്കുന്നില്ലയോ എന്ന് ആ വ്യക്തിയുടേതായ ഒരു പ്രയാസമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ ഈ 22 സങ്കീർത്തനം മുഴുവനായി വായിക്കുമ്പോൾ ഇത്രമാത്രം ദൈവം എന്നിൽ നിന്ന് അകന്നു പോയിട്ടും എൻ്റെ കഷ്ടകാലത്ത് ദൈവം എന്നെ കണ്ടില്ല എന്ന് എനിക്ക് സ്വയം തോന്നുമ്പോൾ പോലും എൻ്റെ പ്രാർത്ഥന ഞാൻ ഉപേക്ഷിക്കുന്നില്ല എന്ന് സങ്കീർത്തനം 22 വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥന ഞാൻ ഉപേക്ഷിക്കുന്നില്ല. കഷ്ടകാലത്താണെങ്കിൽ പോലും പണ്ട് ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് അതേ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുമെന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഷ്ടതകൾ മാറുവാൻ എന്നെ സഹായിക്കുമെന്നും ഈ സങ്കീർത്തനക്കാരൻ വളരെയധികം വിശ്വസിക്കുന്നു. സർ, സങ്കീർത്തനക്കാരൻ പറയുന്നത് ദുഷ്ടന്മാരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് തള്ളിയിരിക്കുന്നു, എൻ്റെ കണ്ണോ കുഴിഞ്ഞ് ഇരിക്കുന്നു, ഉറക്കമില്ലായ്മ എന്നെ ബാധിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ടാണ് ഒരു നീതിമാനായ മനുഷ്യന് ഉറക്കം നഷ്ടപ്പെടുന്നതായി സങ്കീർത്തനക്കാരൻ പറയുന്നത്? വളരെ രസകരമായൊരു ചോദ്യമായിട്ടാണ് എനിക്കിത് കേട്ടപ്പോൾ തന്നെ, വായിച്ചപ്പോൾ തന്നെ തോന്നിയത്. കാരണം ഇന്ന് ഉറങ്ങാത്തതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒന്ന് കഠിനാധ്വാനം, പണം ഉണ്ടാക്കാൻ വേണ്ടി ഉറങ്ങാത്തവരുണ്ട്, രോഗം കാരണം അറിയാതെ ഉറങ്ങിപ്പോകുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കാൻ പറ്റാത്തത്? സങ്കടങ്ങളുടെ മൂർധന്യാവസ്ഥയിലാണ് മനുഷ്യന് ഉറക്കം നഷ്ടപ്പെടുന്നത്. സത്യത്തിൽ ഉറക്കം നഷ്ടപ്പെടുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല, അതൊരു നെഗറ്റീവ് കാര്യമാണ്. പക്ഷേ നമ്മളിത് പഠിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു പോസിറ്റീവ് കാര്യമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൽ അവിടെ രാജാവ് ഫറോ ഉറങ്ങുന്നില്ല. അവിടെ ഒരു സ്വപ്നം കാണുകയാണ്. അത് വരാനിരിക്കുന്ന തൻ്റെ രാജ്യത്തിന് വരാൻ പോകുന്ന കഷ്ടപ്പാടുകളും നന്മയും കുറിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ദൈവം. അതിനെ യോസഫ് വിവരിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത് നെബൂഖദ്നേസർ രാജാവ് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹം ഭാവിയെ ഓർത്തിരിക്കുമ്പോഴാണ് ഉറങ്ങാൻ പറ്റാത്തത്. പക്ഷെ അവിടെ ദൈവം ഒരു ദർശനത്തിലൂടെ ലോകത്തിൻ്റെ ഭാവി തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ മുന്നോട്ട് നീങ്ങണം, എന്താണ് രാജ്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇടയ്ക്കൊക്കെ ഉറങ്ങാതിരിക്കുന്നത് നല്ലതാണെന്നാണ് ഈ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ കഷ്ടതകൾ നമ്മൾ ഉറക്കം വരാതിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്, അല്ലെങ്കിൽ നമ്മളെന്തോ തിരുത്താനുണ്ട്, അല്ലെങ്കിൽ നമ്മളെന്തോ മാറ്റാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ എന്തോ മാറ്റം വരുത്താനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാപജീവിതത്തിന് മാറ്റം വരുത്താനുണ്ട്, അല്ലെങ്കിൽ ദൈവം നമ്മളെ മറ്റ് നന്മയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങളായി നമ്മളിതിനെ കാണണം. നമ്മളതിനെ അങ്ങനെ കാണണം. ഒരു പക്ഷേ ഈ രോഗദുരിതങ്ങൾ കൊണ്ടായിരിക്കാം, പക്ഷേ അതിലൂടെ ദൈവത്തിന് നമ്മളെ തിരുത്താനും നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ രക്ഷയിലേക്ക് നയിക്കാനും ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. സർ, ബിനോയ് സാർ പറഞ്ഞതിൻ്റെ ബാക്കി ആയി സങ്കീർത്തനക്കാരൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, നീതിമാന്മാർ അടിച്ചമർത്തപ്പെടുകയും അവർ കഷ്ടം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുകയും പച്ച വെച്ചും പുഷ്ടി വെച്ചും ഒക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നതായ ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അങ്ങനെ ചിന്തിക്കുന്നത്? സങ്കീർത്തനം 94 അധ്യായം 3 മുതൽ 7 വരെ വായിക്കുമ്പോൾ
യഹോവേ ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും. അവർ ശകാരിച്ചും ധാർഷ്ട്യം സംസാരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്നവരും വമ്പു പറയുന്നു. അവർ വിധവയെയും പരദേശിയും കൊല്ലുന്നു. യഹോവ കാണുന്നില്ലയോ എന്നൊരു ചോദ്യമാണ് നീതിമാന്മാർ ദൈവത്തോട് നിലവിളിയായി ചോദിക്കുന്നത്. കാരണം അത്രമാത്രം ദുഷ്ടന്മാർ പെരുകുമ്പോൾ, ദുഷ്ടത പ്രവർത്തിച്ച് അവർ പരദേശികളെ അടിച്ചമർത്തുമ്പോൾ, വിധവമാരെയും അനാഥരെയും അവർ സംരക്ഷണം ചെയ്യാതെ അവരവരെ കൊല്ലുന്ന സമയത്ത് ഈ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നീതിമാന്മാർ ദൈവത്തോട് വിലപിക്കുന്നതായിട്ട് കാണുന്നത്. ബിനോയ് സാറേ, നമ്മുടെ ദുഷ്ടന്മാർ പെട്ടെന്ന് ഇങ്ങനെ വളരുന്നതായിട്ടും പച്ചവെച്ചിരിക്കുന്നതായിട്ടും ഒക്കെ വേദോസ്തു പറയും. പക്ഷേ ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നത് അവരോ വഴിവഴുപ്പിൽ നിൽക്കുന്നു, പിന്നത്തേതിൽ അവരെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നു. ഈ വ്യർത്ഥ കാര്യങ്ങളിൽ ആശ്രയിക്കുന്നതായ വ്യക്തികളുടെ അവസാനം എന്തായിരിക്കും? തീർച്ചയായിട്ടും അവരെ പിന്നെ കാണുന്നില്ല എന്ന് പറയുന്നത് എൻ്റെ അർത്ഥം ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ പിന്നെയും കാണാൻ പറ്റുമെന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും, കർത്താവിനോടൊപ്പം ദൈവരാജ്യത്തിൽ നിലനിൽക്കാൻ പറ്റും. എന്നാൽ ഈ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക്, ദൈവത്തെ അംഗീകരിക്കാത്തവർക്ക് ഈ ഭൂമിയിൽ അല്പം സമൃദ്ധി ഉണ്ടാകും, അല്പം സുഖലോലുപത കിട്ടും. അതൊരു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് അവർക്ക് വരുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് സ്വയം വിടുവിക്കാനായിട്ട് പറ്റത്തില്ല. അവർ സ്വയം ഇല്ലാതാവുകയോ സ്വയം നശിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നശിക്കപ്പെടുകയോ ചെയ്യും ഭൂമിയിൽ. പക്ഷെ ആത്മീയ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അവർക്ക് ദൈവരാജ്യം ലഭിക്കുകയില്ല, നിത്യജീവൻ ലഭിക്കുകയില്ല. അവർക്ക് രക്ഷയിൽ ദൈവത്തോടൊപ്പം നിത്യമായി താമസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സങ്കീർത്തനക്കാരൻ്റെ ചിന്തകളും പലപ്പോഴും വ്യാകുലതകളുമൊക്കെ ഒരു സാധാരണ ഒരു വ്യക്തി കടന്നു പോകുന്നതായ ഒരു തോട്ട് പ്രോസസ്സാണ്. കാരണം എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതായ ഒരു വ്യക്തിക്ക് കഷ്ടത വർദ്ധിക്കുന്നു, അവന് വീഴ്ച ഭവിക്കുന്നു, പലരും അവനെ കാര്യമില്ലാതെ ശകാരിക്കുന്നു, അവൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ നേരിടുന്നു. ഈ ഘട്ടത്തിലൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുന്നതായ മക്കൾക്ക് ദൈവത്തോട് അതിൻ്റെ കാര്യകാരണങ്ങൾ ചോദിക്കാനുള്ളതായ സാവകാശമുണ്ട്, അതിനുള്ളതായ ധൈര്യമുണ്ട്. കാരണം അവർ ഈ വക ചോദ്യങ്ങളൊക്കെ ദൈവത്തോട് ചോദിക്കുന്നുവെങ്കിലും അവർക്കറിയാം, എൻ്റെ ആശ്രയം ആ ദൈവത്തിലാണ്, ആ ദൈവം എന്നെ തക്ക സമയത്ത് വിടുവിക്കും. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ, സിയോൻ പർവ്വതം പോലെയാകുന്നു. അത് കാറ്റ് വന്നാലും തിരമാലകൾ അടിച്ചാലും സിയോൻ പർവ്വതം അനങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്നു, ചുറ്റിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും നമ്മോടൊപ്പം പാഠം പഠിച്ചവരും ഇത് മനസ്സിലാക്കി അവരുടെ കഷ്ടതകളിൽ ദൈവത്തോട് അയ്യം വിളിക്കുമ്പോൾ ദൈവം അവരെ വിടുവിക്കും. ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ളതായ ഒരു നങ്കൂരമായി അത് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ സങ്കീർത്തനക്കാരനോടൊപ്പം അപ്പോസ്തലനായ പൗലോസും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ അറിയാവുന്നതായ കർത്താവ് തക്ക സമയത്ത് നമുക്ക് വിടുതലും കൃപയും നമുക്ക് നൽകും, അതിന് സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അവൻ നമ്മെ കനാൻ ദേശത്തേക്ക് എത്തിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.